ചേച്ചി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ? മെലാസ്മയ്ക്ക് 100% ഗ്യാരണ്ടി ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇതെന്താ ഗ്യാരണ്ടി കൊടുക്കുക? ഇതെന്താ ടിവിയോ ഫ്രിഡ്ജോ മറ്റോ ആണോ? എന്തായാലും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടേ. മെലാസ്മയ്ക്ക് 100% ഗ്യാരണ്ടി ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ റിപ്ലൈ കൊടുക്കണ്ടേ? ഗ്യാരണ്ടി കൊടുക്കുമെന്നല്ലേ പലപ്പോഴും ഈ പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവരുടെ അസുഖം പൂർണ്ണമായിട്ടും മാറുമോ, രണ്ടാമത് ഈ പൂർണ്ണമായിട്ടും മാറിയ അസുഖം പിന്നീട് വരാതിരിക്കുമോ. നമുക്കിത് ഓരോന്നും പരിശോധിക്കാം. ഒന്ന്, പൂർണ്ണമായിട്ടും മാറും. പല അസുഖങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഒരു ചികിത്സയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു ക്ലിനിക്ക് എന്ന നിലയിലും നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, രോഗിയുടെ ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക, നമ്മൾ പറയുന്ന പഥ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ രോഗിയുടെ ഭാഗവും ഡോക്ടറുടെ ഭാഗവും ഒരേപോലെ ഈക്വൽ അല്ലെങ്കിൽ ഒരേപോലെ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ചില രോഗികൾ കൃത്യമായിട്ട് കഴിക്കും, പക്ഷേ പഥ്യം കൃത്യമായിട്ട് നോക്കണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ രോഗിയുടെ ഭാഗം എത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി കൊടുത്ത് ചികിത്സിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്, ഇത് പിന്നീട് വരാതിരിക്കുമോ, ഒരു അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരാതിരിക്കുമോ. ഇപ്പോൾ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. സോറിയാസിസ് നമുക്കൊരു പാട് പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ഔഷധങ്ങൾ വിഡ്രോ ചെയ്യാനും പറ്റും. പക്ഷേ നമ്മളിത് പിന്നീട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ രോഗി അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിതചര്യയിലും ഒക്കെ ഒരു ക്രമീകരണം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൃത്യമായി നോക്കിയാൽ മാത്രമാണ് പിന്നീട് ഇത് വരാതിരിക്കുള്ളൂ. അതല്ലാതെ ആയുർവേദം കഴിച്ച് പൂർണ്ണമായിട്ടും മാറി ഇനി ഇതൊരിക്കലും വരില്ല എന്ന് വിശ്വസിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഈ പേഷ്യൻ്റ് ചോദിച്ച കാര്യം തന്നെ എടുക്കാം. മെലാസ്മ എന്ന് പറയുന്നത് എന്താ? മുഖത്തുണ്ടാകുന്ന ഈ കറുത്തപ്പെട്ടത് കരിമങ്കൽ എന്നൊക്കെ പറയുന്നത് പ്രാഥമികമായിട്ട് ഇതൊരു ഹോർമോൺ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ഈ സൺ എക്സ്പോഷറും അതുപോലെ സ്ട്രെസ്സൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ ആയുർവേദ രീതിയിൽ ഇത് കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഈ പല ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നു ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് സൂര്യൻ്റെ ഒരു എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചാൽ. പക്ഷേ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യതിയാനങ്ങളൊക്കെ മനുഷ്യരിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ചികിത്സ നമുക്ക് ഒരു 100% ഗ്യാരണ്ടിയോടുകൂടി പറഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗത്തിനും നമുക്കൊരു ഗ്യാരണ്ടി കൊടുത്ത് ചികിത്സിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ചികിത്സിക്കുന്നത് മനുഷ്യനെയാണ്, അല്ലാതെ മെഷീനല്ല. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, മനുഷ്യന് മാനസികമായിട്ടൊരു തലമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കോംപ്ലക്സ് മെക്കാനിസം നടക്കുന്ന ഒരു സ്ഥലമാണ് മനുഷ്യശരീരം. അപ്പോൾ അതിനെ ചികിത്സിക്കുമ്പോൾ ഒരിക്കലും ഒരു ഗ്യാരണ്ടിയോടുകൂടി ചികിത്സിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല.